ഓയ് മതി 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 തമ്പരാട്ടികളെ കുരുട്ടുകളെ നേരം വെളുക്കും. ഇന്ന് മെയ് 2 8:30 കുരുട്ടുകൾ വന്നില്ല. കുഞ്ഞോ വേഗം വാടി. ഈ കുരുപ്പുകൾ ഇനി ചെടി നനയ്ക്കാൻ പോവാണോ? അവര് വരുന്നുണ്ട്. നമുക്ക് ഗ്ലാസ് ഒന്ന് വാട്ടർ കഴുകുക ഗൈസ്. അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ എന്നിട്ട് എങ്ങോട്ടാ പോണ വെച്ചാൽ ഫോറം മാളത്തെ പുതിയ തിയേറ്ററിൽ നമ്മൾ PXL സ്ക്രീൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കൊച്ചി തന്നെ ഹ്യൂജ് ആയിട്ടുള്ള സ്ക്രീൻ ആണെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ലേസർ പ്രൊജക്ടർ വിത്ത് 4K ഡോൾബി അറ്റ്മോസിൽ സെൻട്രൽ ആയിട്ട് 3 സീറ്റ്. നമ്മളൊപ്പം മമ്മിയും കൂടി വരുന്നുണ്ട്. മമ്മി കുറെ കാലത്തിന് ശേഷമാണ് ഒരു സിനിമ കാണാൻ വരുന്നത് ഗൈസ്. മമ്മി അങ്ങനെ സിനിമ കാണല്ലോ. സോ ഇന്ന് ഞങ്ങൾ 3 ആളും കൂടി ഏത് പടത്തിനാ പോണെന്ന് അറിയോ? കുഞ്ഞു ഗസ് നല്ല ആവശ്യത്തിൽ ചിരിക്കാനുള്ള പടങ്ങൾ മാത്രം ചിരിച്ചില്ലെങ്കിൽ ഇമ്മ തിയേറ്ററിന് ഇറങ്ങി ചിരിക്കാനുള്ള പടം ഇതിൽ വെട്ട് കുത്തൊന്നുമില്ല. അങ്ങനെ എന്റെ കോളേജ് ക്ലോസ് ആയിട്ട് ഇനി ഫുൾ വെക്കേഷൻ ആണ്. 1 മന്ത് നമ്മൾ അങ്ങോട്ട് പോവുക. നമുക്ക് ഇന്ത്യ വിട്ടു പോയാലോ? ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യ വല്ലതും വിട്ടു പോയിട്ടുള്ള ഒരു ട്രിപ്പാണ്. 1 മന്ത് ഉണ്ടല്ലോ. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഏത് നല്ല സ്ഥലം അറിയുന്നു? ഇനിയിപ്പൊ ഇന്ത്യ വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഏറ്റവും നല്ലൊരു സ്ഥലം ഇങ്ങനെ ഫാമിലി ഒക്കെ ആയിട്ട് പോയി അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം അറിയുമെങ്കിൽ ഇപ്പൊ തന്നെ പോയി കമന്റ് ചെയ്യാം ഗൈസ്. നമ്മളങ്ങനെ ഫോറമോളെത്തി പാർക്കിംഗ് അവിടുത്തെ ഫസ്റ്റ് എൻട്രി തന്നെ കൊണ്ടുപോയി കാർ നിർത്തിട്ടോ. അത് പൊളിച്ച് ഇവിടെ ആക്കുന്ന സീപ്രായം പോലെ സാധനം. എന്താണ് എന്താ പ്രശ്നം? അതെന്തോ ചളി തെറിച്ചതാ. മൊത്തം മണ്ണാണ്, ചളി തെറിച്ചതാ കേസ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലോസ് ആട്ടോ, മൊത്തം ക്ലോസ് ആണ്. മമ്മി ഇതാക്കണ ബാഗ് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇന്ന് ഫുൾ മാച്ചിങ് അല്ല കുഞ്ഞുമോളെ. എന്റെ മോളെ അമ്മച്ചിനെ കാണാൻ ഭംഗിയ, ഫുൾ മാച്ചിങ് ആയിട്ട്. എന്നെ കാണാൻ ഭംഗിയില്ല കേട്ടോ കുഞ്ഞോളെ. ഇത് ലാർജസ്റ്റ് പോപ്കോൺ 3rd ഫ്ലോർ ആണോ? അപ്പൊ PVR 3rd ഫ്ലോറില. മതി 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 മതി. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ മോളും ഇമ്മച്ചും സെയിം ഒരു തീമിലാ. മനസ്സിലായല്ലേ? ഇമ്മന്റെ ബാഗും കാര്യങ്ങളൊക്കെ മാച്ച് വിത്ത് മോള് ഗൈസ്. ഫുൾ ആ ഒരു തീമിലാണ്. അല്ലല്ലേ, മമ്മീന്റെ ഡ്രസ്സൊക്കെ മമ്മി തന്നെയാണ് സെലക്ട് ചെയ്തത്. അത് വിശാലമായി കിടക്കുന്ന ഗൈസ്. എന്റെ അളിയ ഒരു ഇങ്ങനെ കണ്ടപ്പോഴും ഭയങ്കര ഭംഗിയായിരുന്നില്ലേ? ആരും ഇല്ലാണ്ട്. നമ്മളിപ്പോ ലെഫ്റ്റ് കയറി 3rd ഫ്ലോറിലേക്ക് പോവാണ്. എന്താ ഇതിനാണ് പറഞ്ഞ ശ്രദ്ധ വേണമെന്ന്. മനസ്സിലായില്ലേ? ഫോണായിരുന്നു, വിളിക്കരുത് തന്നെ, ഇറങ്ങി ഫോണായിരുന്നു രണ്ടും കൂടി ഗൈസ്. അപ്പൊ ഇതാക്കണ റൈറ്റ് PVR, ലെഫ്റ്റ് ഷെഫ് പിള്ളേന്റെ പുതിയ ഇത് തുറക്കുന്നുണ്ട് കേട്ടോ. നമുക്കപ്പം റൈറ്റിലേക്ക് പോവാം. ഇപ്പം സ്ക്രീൻ 4 ആട്ടോ. കുറച്ച് ഹ്യൂജ് സ്കെയിലാട്ടോ. ഇങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ ഉണ്ട്. ഡ്യൂഡിയും മമ്മിയും അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. സോ നമുക്ക് സ്ക്രീൻ 4 നോക്കാം എവിടാന്ന്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ വലുതാട്ടോ ഉള്ളിൽ. നേരെ പോയിട്ട് ലെഫ്റ്റ് നമ്മൾ ഇതാക്കണ PVR തന്നെ PXL എന്ന് പറഞ്ഞുള്ള ഫോർമാറ്റിലാണ് കാണുന്നത്. IMAX അല്ല, IMAX ഇപ്പോഴും ഇവിടെ വന്നില്ല. ബട്ട് നമുക്ക് 4th സ്ക്രീൻ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ഇത് കുറെ ഉണ്ടല്ലേ, ഇത് ഉള്ളിലോട്ട് കുറെ ഉണ്ട് അല്ലേ? നടന്ന് 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 എത്തുന്നില്ല. ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് തുറന്നില്ലേ? ഗൈസ് ഓപ്പൺ ആയിട്ടില്ല. നമ്മൾ പോസ്റ്റ് ആയിരിക്കുന്നു ഗൈസ്. ഓ മൈ ഗാഡ്, ഇതാരാ നമുക്ക്? അതിന്റെ ഇടയിൽ ഉമ്മ കയറി നിൽക്കുന്നത്. ഇതാണ് നമ്മളുടെ ടോം ക്രൂസ് എന്ന് പറഞ്ഞ മച്ചാന്. മിഷൻ ഇമ്പോസിബിളത്തെ. നിങ്ങൾ അവിടെ പോയി നിൽക്കുമ്പോ ടോം ക്രൂസിന്റെ അടുത്ത് നിങ്ങൾ നിൽക്കുമ്പോ ആരാ നോക്കട്ടെ? ടോം ക്രൂസിന് ഉമ്മ കൊടുത്ത് മമ്മി. ആരാ? ഹെലന സ്പാർത്ത്. അത് യൂട്യൂബർ അല്ലേ? പിന്നെ ഏതാ കേസ്? പിന്നെ ഇതിപ്പോ കുഞ്ഞ് നമുക്ക് വേണ്ടി ഒരു ബോട്ടിൽ വാട്ടർ വാങ്ങുന്നുണ്ട്. ഇവിടെ വെള്ളത്തിന് എത്രയാണെന്ന് അറിയില്ല. 100-200 ആയിരിക്കും കേസ്. അപ്പൊ ഇനി നമ്മളത് ഓപ്പൺ ആയോ നോക്കാൻ പോവാണ്. എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയിന്ന്. യെസ്, ഓപ്പൺ ആയി. സ്ക്രീൻ ഓപ്പൺ ആയി. ഇതിന് എത്ര കുഞ്ഞാളെ? 1 ലിറ്ററിന് 70 രൂപ അല്ലേ? 1 ലിറ്റർ അല്ലേ? 570 രൂപ. ഓ മൈ ഗാഡ്, ദിസ് ഈസ് ക്രേസി ഗൈസ്. ഓ മൈ ഗാഡ്, ഭയങ്കര ഹ്യൂജ് അല്ലേ? എൻ്റെ അമ്മ വലിയൊരു സ്ക്രീനാട്ടോ. ഇവിടെ നിന്നാണ് ഗൈസ് സീറ്റ് നമ്പർ നോക്ക്. ഏതാണ്? എൻ്റെ മോനെ സെറ്റ് ഏതാണ്? എല്ലാ സീറ്റും അടിപൊളിയല്ലേ? ഓരോ നോക്കട്ടോ. F19 ഉണ്ടാവും. ഈ ഒരു റോലായിരിക്കും. അറിയില്ല.
ഫോണൊന്നുകൂടെ നോക്കട്ടെ. ഇത് വലിയ സ്ക്രീനായല്ലോ നമുക്ക് ഫുൾ കേബിള് കാണുന്നുണ്ടല്ലേ. ഈ ഒരു കേബിള് ഈ സെന്ററിൽ ഇരുന്ന കറക്റ്റ് നമുക്ക് ഇതിപ്പോ ഏതോ പടത്തിന് ട്രെയിലർ ആട്ടോ കാണിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ഇത് നമുക്ക് കാണാം. അറ്റ്മോസിലിരുന്ന് കാണാം കേസ്. ഓ മൈ ഗാഡ് പൊളിയാട്ടോ. സെറ്റാണ് കേസ്. അടിപൊളി കാണാം. എങ്ങനെയുണ്ട് നിങ്ങളുടെ PXL എക്സ്പീരിയൻസ്? കൊള്ളാന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ തിയേറ്ററുമായിട്ട് നോക്കുമ്പോൾ ഇതിനെന്താണ് പ്രത്യേകത? അത് മാത്രമല്ല ഇത് വൈഡായിട്ട് ശ്രദ്ധിച്ചു. സ്ക്രീൻ കേവ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഈ സീറ്റൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിൽ 3D പടങ്ങൾ അടിപൊളി. നിങ്ങൾ എന്തായാലും PXL 3D പടങ്ങൾ അടിപൊളിയായിരിക്കില്ലേ? ഞങ്ങളിപ്പോൾ ഇൻട്രോയിൽ എത്തിയിട്ടുള്ളൂ. ഫുള്ളായിട്ട് കണ്ടിട്ട് ബാക്കി അഭിപ്രായം പറയുന്നതാണ്. അതെ 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 ക്രോപ്പ് ആവും. പിന്നെ ഞാൻ ഈ പടം നിങ്ങൾക്ക് കാര്യം ഇങ്ങോട്ട് ചാരി ഞാൻ ഈ പടം രണ്ടാമത്തെ വട്ടം കണ്ടത്. ഞാനൊരു വട്ടം കണ്ടത്. പിന്നെ നല്ല പടമായതുകൊണ്ട് എനിക്ക് ഞാൻ പറയാം സംഭവമാണെന്ന് ഞാൻ പറഞ്ഞത്. എന്ത് എങ്ങനെയുണ്ട്? ഇങ്ങനത്തെ ഫിലിം ഇതുവരെ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞറിയാം എല്ലാ സിനിമയിലും കല്യാണം ലവ് സീൻ ഒക്കെ ഇതൊന്നും ഇല്ലാതെ നൈറ്റ് ആയില്ലേ? ഇത് വെറൈറ്റി ജീവിക്കാണ്. അടിപൊളി അടിപൊളി. ഇവിടുന്ന് കാണാൻ അടിപൊളി. എന്താണ് പറയുന്നത്? അടിച്ചാ തിരിച്ചടിക്കണം. പടം കണ്ടിട്ട് നമുക്ക് അതാണ് മനസ്സിലായത്. കണ്ടില്ലേ? അടിച്ചാ തിരിച്ചടിക്കണം. വേറെ അടി നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു ഇവിടുന്ന് പോവാ. നമ്മളെങ്ങനെ എത്തിയിരിക്കുന്നു. ലെറ്റ്സ് ഗോ. എടാ മോനെ കുഞ്ഞ് എങ്ങനെയുണ്ട് കേട്ടോ? നമ്മൾ അതിനോട് സംസാരിക്കാറ്. എടാ മോനെ എന്ന് പറഞ്ഞ ഫഹദിന്റെ അയിഞ്ഞാട്ടല്ല ഭയങ്കരമായിട്ട് കോമഡി പറയുന്നൊന്നുമില്ല. ഫഹദ് ഭയങ്കര അഭിനയായിട്ട് രക്ഷയില്ല. അത് നമ്മൾ ഈ തിയേറ്ററിൽ എന്റെ അമ്മ എന്തോന്ന് തിയേറ്റർ എനിക്ക് ഒരു ബോർ പോലും ഇല്ലല്ലേ? ഒരു സെക്കൻഡ് പോലും നമുക്കൊന്ന് ചുമ്മാ ഇരിക്കാൻ നിന്നില്ല. ഇനി നമ്മള് ഏതെങ്കിലും നല്ല പടങ്ങൾ വരികയാണെങ്കിൽ PXL മസ്റ്റാ ഗൈസ്. ഒരു ഭയങ്കര വലിയൊരു തിയേറ്റർ. സീറ്റ് നല്ല കംഫർട്ട്. അതുപോലെ സ്ക്രീൻ വലിയ സ്ക്രീന്. പിന്നെ സ്പീക്കർ മൊത്തം നമ്മളിലേക്ക് ട്യൂൺ ചെയ്യും. ഇങ്ങനെ തിരിച്ച് കറക്റ്റ് ഇയർ പോയിന്റിലേക്ക് വെച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങളും കേൾക്കുന്നുണ്ട്. ഭയങ്കര ഫ്രഷ്. ഭയങ്കര ഫ്രഷ്. പിന്നെ പുതിയ തിയേറ്ററാണ്. ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ആകെ 1-2 ആഴ്ച ആവുന്നുള്ളൂ ഗൈസ്. എനിവേ അടിപൊളിയായിരുന്നു. പടം അടിപൊളി, തിയേറ്റർ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ. ഡയറക്ടർ പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ നസ്രിയാണ്. അവരുടെ ആ ബാനറിൽ എന്താ പടം അടിപൊളി സെറ്റ്. അങ്ങനെ വീട്ടിലെത്തി ഡ്യൂട്ടി അപ്പത്തേക്കും പോയി ഡ്രസ്സൊക്കെ മാറി വന്ന് പുതിയ റീൽസ് എടുക്കാനുള്ള പരിപാടിയാണ്. പിന്നെ വീട്ടില് ബിഗ് ബോസ് ആയപ്പോ ബോറായില്ലേ? ഒന്നുമില്ല, ഭയങ്കര ബോറായി. ചളു പരിപാടിയായി മാറി. കുറച്ചു ദിവസം മുമ്പൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ ടാസ്ക് കൊടുക്കുമ്പോൾ ഒരു ഫയർ കാണുന്നില്ലല്ലേ? ഓ ജിൻഡോ ഫാൻ ആണോ കുഞ്ഞു? ഞാൻ ആരുടെ ഫാനല്ല. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഭയങ്കര ലോക്കലായി മാറി. ഈ പ്രാവശ്യം ആരും അങ്ങനെ ഒരു സംഭവമായി വന്നില്ലല്ലോ. ഗൈസ് പിന്നെ ഒരു കിടുക്കാച്ച സാധനം ഞാൻ വാങ്ങി. ഇത് കുറെ ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന സാധനമാണ്. കസ്കസ് അല്ല, ഇതിന്റെ പേര് ഡീലോഗ് എന്നാണ്. അതായത് ഈ ഡ്രെയിനേജും കാര്യങ്ങളൊക്കെ ഡ്രെയിനേജ് അല്ല സോറി ഇതിനെന്താ കഴിഞ്ഞാൽ പറയാം, ഇങ്ങനത്തെ പൈപ്പില്ലേ അതൊക്കെ ബ്ലോക്ക് പോക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് ഇത്. പക്ഷെ ഈ പാക്കറ്റ് കൊണ്ട് എങ്ങനെ പോകുന്നില്ല. നമുക്കൊന്ന് ടെസ്റ്റ് ആണോ? തിന്നാൻ പോവാണോ നീ? അപ്പൊ നിങ്ങളെ വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ ബ്ലോക്ക് ആയി കിടക്കുന്നതിന് ക്ലോസറ്റും പറ്റില്ല. ഞങ്ങളെ ക്ലോസറ്റും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളിത് ഓപ്പൺ ആക്കി വേണ്ടി ഒരു മെറ്റലിന്റെ പൊടി ഇതെന്തോ റിയാക്ഷൻ നടക്കണം കേട്ടോ. കയ്യിലാക്കണ്ട. അതിന്റെ ഉള്ളിൽ കാണിച്ച കണ്ടില്ലേ കൊറേ അമർത്തി വെക്ക. അങ്ങനെ കൊറേ മണി എന്തോ ഒരു സാധനമാണ്. നമുക്ക് അറിയില്ല എന്താന്ന്. പക്ഷെ ഇത് വർക്ക് ആവുന്നതാണ് പരസ്യത്തിലൊക്കെ കാണിക്കുന്നത്. സോ
കിട്ടോ പൊടിയില് കിട്ടോ പൊടി ഇടട്ടെ കിട്ടോ പതിയെ പതിയെ അങ്ങനെ പറയുന്നത് എന്ത് സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ മൊത്തം അതിന്റെ മുകളിൽ കിട്ടോ അങ്ങനെ ഒരു ബാഗ് ഫുള്ളായിട്ട് ഇടല്ലേ ഫുള്ളായിട്ട് ഇടാം സൗണ്ട് കേൾക്കുന്നുണ്ട് അത് ഇട്ട സൗണ്ട് അല്ലേ ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം വേഗം ഇങ്ങനൊക്കെയാണ് ഇതിന്റെ പരിപാടികൾ എന്നാണ് കുഞ്ഞു പറഞ്ഞത് ഞാൻ വന്ന് പൊട്ടി തെറിക്കാൻ അത്ര കുറച്ച് മതി ഓ എന്തോ ശബ്ദമൊക്കെ ഉണ്ട് ഇവിടെ എന്താണ് പരിപാടി എടുത്തോനെ ഓ ബിഗ് ബോസ് എന്റെ പൊന്നെ ഗൈസ് ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചില്ല അതൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫുൾ വാട്ടർ ഒഴിക്കണം ഒക്കെ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ഒക്കെ പോകുന്നാണ് പറഞ്ഞത് നമ്മൾ നോക്കാം 30 മിനിറ്റ് കഴിഞ്ഞ് ബ്ലോക്ക് പോകുന്ന നോക്കാം. സോ ഗൈസ് പിന്നെ ഒരു കാര്യം മറക്കണേ ഞാൻ കമന്റ് ചെയ്യാൻ പറഞ്ഞത് നല്ല നല്ല പ്ലേസ് കമന്റ് ചെയ്യാം കാരണം ഞാൻ ഒരു മാസം കൂടി ഇതാ പറമ്പത്ത് കഴിയാൻ്റെ മുമ്പ് എല്ലാ സ്ഥലത്തും പോയി ഒന്ന് ചില്ലാക്കണം. അപ്പോ വേറെ നാളെ വേറെ നല്ല വീഡിയോ എടുക്കണം. ബൈ.